ഇന്ന് ഫോറിൻ പോസ്റ്റ് മാനുവലാണ്. ഫോറിൻ പോസ്റ്റ് മാനുവൽ എന്ന് പറയുന്നത് നമ്മൾ POGate പാർട്ട് 2 പഠിച്ചതിൻ്റെ ചെറിയൊരു എക്സ്റ്റൻഷൻ, അതായത് ഫോറിനിലെ കാര്യങ്ങൾ, അതിൻ്റെ കുറച്ച് ടേംസുകൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു സെക്ഷനാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്, ഫോറിൻ പോസ്റ്റ് മാനുവൽ. ഇതിനകത്ത് ആദ്യം പറയുന്നത് UPU കുറിച്ചാണ്. UPU എന്ന് പറയുമ്പോൾ നമ്മളറിയാലോ, നമ്മൾ POGate പാർട്ട് 2 ഡീറ്റെയിൽഡ് പഠിച്ചതാണ്. UPU, യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ. അപ്പോൾ അതിൻ്റെ സെൻട്രൽ ഓഫീസ് ഏതാണ്? ഇൻ്റർനാഷണൽ ബ്യൂറോ എന്നാണ് എൻ്റെ സെൻട്രൽ ഓഫീസിൻ്റെ പേര്. അതിൻ്റെ ഹെഡ് ആരാണ്? ഡയറക്ടർ ജനറൽ. പിന്നെ ഇത് ഫങ്ഷൻ ചെയ്യുന്ന എവിടെയാണ്? UPU. അത് സ്വിറ്റ്സർലാൻഡിലെ ബേണിലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് സ്വിസ് കോൺഫെഡറേഷൻ, അവിടുത്തെ ഗവൺമെൻറ് തന്നെയാണ് അതിൻ്റെ സൂപ്പർവിഷൻ നോക്കുന്നത്. പിന്നെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ഡേറ്റ് ഒക്ടോബർ 9, 1874. പറയുന്ന ആക്ട്സ് ഓഫ് ദ യൂണിയൻ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ ബേസിക് ആക്ട് ഓഫ് ദി യൂണിയൻ. അതായത് ഈ UPUവിന് അതിൻ്റേതായിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്, അതിൻ്റേതായിട്ടുള്ള റൂൾസ് ഉണ്ട്. അതാണ് അതിൻ്റെ മെമ്പർ കൺട്രീസ് ഒബേ ചെയ്യുന്നത്. അങ്ങനെയുള്ള നിയമങ്ങളും റൂൾസുകളും കൊണ്ടാണ് അതിന് ഈ UPUവിൻ്റെ താഴെയുള്ള മെമ്പർ കൺട്രീസ് തമ്മിത്താൻ പോസ്റ്റൽ സർവീസുകൾ അല്ലെങ്കിൽ പോസ്റ്റൽ ആർട്ടിക്കിൾസിൻ്റെ ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. ഇതിനകത്ത് തന്നെ ഈ റൂൾസ് പറയുമ്പോഴത്തേക്കും ഈ എല്ലാ കൺട്രീസും കോമൺ ആയിട്ട് ഒബേ ചെയ്യുന്ന കുറച്ച് റൂൾസ് ഉണ്ട്, കുറച്ച് എഗ്രിമെൻറ്റ്സ് ഉണ്ട്. അല്ലാതുള്ള ഓപ്ഷണൽ എഗ്രിമെൻറ്റ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ കോമൺ ആയിട്ടുള്ള എഗ്രിമെൻറ്റ്സിൽ എല്ലാ കൺട്രികളും എന്തുവാ ഒപ്പിട്ടിരിക്കും. എന്നാൽ ചിലതുണ്ട് ഓപ്ഷണൽ എഗ്രിമെൻറ്റ്സ് എന്ന് പറയും. അതായത് വേണമെങ്കിൽ മതി, അതായത് നിർബന്ധമില്ല. അങ്ങനെയുള്ള ചില ഓപ്ഷണൽ എഗ്രിമെൻറ്റ്സ് ഉണ്ട്. അത് ഓരോ കൺട്രീസിനും അവർക്ക് ഇഷ്ടമുണ്ട്, വേണമെങ്കിൽ സൈൻ ചെയ്യാം അല്ലെങ്കിൽ സൈൻ ചെയ്യാതിരിക്കാം. അങ്ങനെയുള്ള കുറേ ഓപ്ഷണൽ എഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇനിഷ്യേർഡ് ലെറ്റേഴ്സ് എഗ്രിമെൻ്റ് ഉണ്ട്. പിന്നെ എഗ്രിമെൻറ്റ്സ് കൺസേണിങ് പോസ്റ്റൽ പാഴ്സൽസ്, പോസ്റ്റൽ മണി ഓർഡേഴ്സ്, അങ്ങനെ ഒരുപാട് ഓപ്ഷണൽ എഗ്രിമെൻറ്റ്സ് ഉണ്ട്. അതിൽ ഇന്ത്യ സൈൻ ചെയ്തിരിക്കുന്ന ഓപ്ഷണൽ എഗ്രിമെൻറ്റ്സ് ഏതാണെന്ന് ചോദിക്കും. അതൊരു ചോദ്യമാണ്. ഇൻഷ്യൂർഡ് ലെറ്റേഴ്സ് ആൻഡ് ബോക്സസ് ആൻഡ് പോസ്റ്റൽ പാഴ്സൽസ്. ഇൻഷ്യൂർഡ് ലെറ്റേഴ്സ് ആൻഡ് ബോക്സ് എന്ന് പറയുന്ന ഒരെണ്ണവും പിന്നെ പോസ്റ്റൽ പാഴ്സൽസ് എന്ന് പറയുന്ന ഒരെണ്ണം, ഈ രണ്ട് ഓപ്ഷണൽ എഗ്രിമെൻറ്റ്സ് ഇന്ത്യ സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുന്ന അപ്പുവാണ്, APPU അപ്പു എന്ന് എസ്റ്റാബ്ലിഷ് ആയി, ഏത് കൺവെൻഷൻ വഴിയാണ് അത് എസ്റ്റാബ്ലിഷ് ആയതെന്നൊക്കെ പറഞ്ഞുള്ള ചോദ്യങ്ങളാണ് നമ്മൾ POGate പാർട്ട് 2 പഠിച്ചതാണ്. പിന്നെ പറയുന്നത് സ്മോൾ പാക്കറ്റ്സിൻ്റെ ഫോറിൻ വേർഡ്, പെറ്റിറ്റ്സ് പാക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട്, അതാണ് സ്മോൾ പാക്കറ്റ്സിൻ്റെ ഫോറിൻ വേർഡ്. പിന്നെ പറയുന്നത് ന്യൂസ് പേപ്പേഴ്സും പീരിയോഡിക്കൽസും അയക്കുമ്പോഴത്തേക്കും ഒരു അബ്രിവിയേഷൻ JX എന്ന് പറഞ്ഞിട്ടുള്ള അബ്രിവിയേഷൻ ഇടണമെന്ന് പറയുന്നത്. ആ ഒരു അബ്രിവിയേഷൻ എന്ന് പറയുന്നത് അതർ ആർട്ടിക്കിൾസ് നമ്മൾ പഠിച്ചിരുന്നില്ല, LC, AO, അതർ ആർട്ടിക്കിൾസ്, ലെറ്റേഴ്സ് ആൻഡ് കാർഡ്. അതിൽ അതർ ആർട്ടിക്കിൾസിനകത്ത് ഉള്ള കേസിൽ ഈ ന്യൂസ് പേപ്പറിനെയും പീരിയോഡിക്കൽസിനെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ആ ബാഗിൻ്റെ ലേബലുകളിൽ JX എന്ന് എഴുതുന്നത്, അബ്രിവിയേഷൻ അങ്ങനെ എഴുതണമെന്ന് പറയുന്നത്. അപ്പോൾ JXൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ജേർണാക്സ്. ഇതൊക്കെ വേണമെങ്കിൽ ചെറിയ ചോദ്യങ്ങളായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് അതിൻ്റെ അബ്രിവിയേഷൻ എന്ന് പറഞ്ഞാൽ താഴെ ഓപ്ഷൻ തരും, ജേർണാക്സ് അങ്ങനെ എന്നിട്ട് സ്മാൾ പാക്കറ്റ്സിൻ്റെ ഫോറിൻ വേർഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ താഴെ വേണേൽ തരും. ഈ സ്മാൾ പാക്കറ്റ്സിൻ്റെ ഫോറിൻ വേർഡ് ചോദിച്ചില്ലെങ്കിലും ഈ ജേർണാക്സിൻ്റെ JX എന്ന് പറഞ്ഞിട്ട് അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച്, ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ട്രാൻസിറ്റ്. ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച് എന്താണ്? ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ട്രാൻസിറ്റ് എന്താണ്? ഫോറിൻ പോസ്റ്റ് മാനുവൽ എന്ന് പറയുന്നത് ഈ ഫോറിനിലെ പല കാര്യങ്ങളും, ഫോറിൻ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പല ടേംസുകളും നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ അതിൽ പറയുകയാണ് ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച് എന്നാണ്, അതിൻ്റെ ഡെഫിനിഷൻ പോലെ പറയുവാണ്. അതായത് പോസ്റ്റ് ഓഫീസ് ഓർ സോർട്ടിംഗ് ഓഫീസ് ഓർ സെക്ഷൻ വിച്ച് എക്സ്ചേഞ്ചസ് മെയിൽസ് വിത്ത് ഓഫീസസ് ഇൻ ഫോറിൻ കൺട്രീസ് ഈസ് നോൺ ആസ് ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച്. അതായത് ഒരു പോസ്റ്റ് ഓഫീസോ അല്ലെങ്കിൽ സോർട്ടിംഗ് ഓഫീസോ അല്ലെങ്കിൽ സെക്ഷനോ അത് ഫോറിൻ കൺട്രിയുമായിട്ട് മെയിലിൻ്റെ ആർട്ടിക്കിൾസിൻ്റെ എക്സ്ചേഞ്ചിൽ ഏർപ്പെടുന്നെങ്കിൽ അതിനാണ് ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഇറ്റ് ഈസ് കാൾഡ് ദ ഡെസ്പാച്ചിങ് ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച് ഇൻ റെസ്പെക്ട് ഓഫ് മെയിൽസ് ഇറ്റ് മേക്സ് അപ്പ് ആൻഡ് അഡ്രസ് ടു ആൻ ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച് ഇൻ അനദർ കൺട്രി വൈൽ ഇറ്റ് ഈസ് കാൾഡ് ദ റിസീവിംഗ്. അതായത് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് ഒരു ആർട്ടിക്കിളുകൾ വിദേശത്തോട്ട് അയക്കുമ്പോൾ അതിനെ ഡെസ്പാച്ചിങ് ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച് എന്നും വിദേശത്തു നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് സ്വീകരിക്കുമ്പോൾ അതിനെ റിസീവിംഗ് ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച് എന്നും പറയുന്നു. ഇത് തന്നെ ഔട്ട്വാർഡ് ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച്, ഇൻവാർഡ് ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച്. പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് അതിനെ പുറത്തോട്ട് ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് ഫോറിൻ കൺട്രിയിലോട്ട് അയക്കുമ്പോൾ അതിനെ ഔട്ട്വാർഡ് ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച് എന്നും, ഫോറിൻ കൺട്രിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് റിസീവ് ചെയ്യുമ്പോൾ അതിനെ ഇൻവാർഡ് ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച് എന്നും പറയും. ഇതൊക്കെ പറയുന്നതിൻ്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേർഡുകൾ പരിചയപ്പെട്ടിരിക്കുക എന്നുള്ളതാണ്. ഇത് എക്സാമിന് ചോദിക്കും. ഡെസ്പാച്ചിങ് ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച്, റിസീവിംഗ് ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച്, ഇൻവേർഡ് ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച്, ഔട്ട്വേർഡ് ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച്. മനസ്സിലായില്ലേ? ഇനി അടുത്ത് പറയുന്ന ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ട്രാൻസിറ്റ്.
ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ട്രാൻസിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ചെറിയൊരു വ്യത്യാസം. ഈ ട്രാൻസിറ്റ് എന്ന പദം എന്ന് പറയുന്നത് അത് എപ്പോൾ വന്നാലും അത് ഈ ബാഗ് തുറക്കത്തില്ല, ബാഗ് അടയ്ക്കത്തില്ല, അങ്ങനെ ഒരു ഓപ്ഷനിലോട്ട് അത് പോകത്തുള്ളൂ. ട്രാൻസിറ്റ് എന്ന് പറയുന്നത് RMSലും ഉണ്ട്. RMSലും ട്രാൻസിറ്റ് ബാഗുകൾ, ട്രാൻസിറ്റ് സെക്ഷൻ. അതായത് ഈ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞ വാക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ബാഗ് വരുന്നു, അത് കണക്ക് പോകുന്നു. മനസ്സിലായില്ലേ? അവിടെ ബാഗ് പൊട്ടിക്കത്തെ, ഓപ്പൺ ചെയ്യത്തെ, എക്സാമിൻ ചെയ്യത്തെ ഒന്നും ഇല്ല, ക്ലോസ് ചെയ്യത്തെ ഒന്നും ചെയ്യില്ല. അപ്പോൾ അതാണ് പറഞ്ഞു പോകുന്നത്. ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച് ഓൺ ദ ബോർഡർ വിച്ച് ഓൺലി റിസീവ്സ് ആൻഡ് ഡിസ്പാച്ചസ് ക്ലോസ്ഡ് ബാഗ്സ് അഡ്രസ്ഡ് ഓർ റിസീവ്ഡ് ഫ്രം അതർ ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ ഈസ് നോൺ ആസ് ദ ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ട്രാൻസിറ്റ്. അതായത് ബോർഡറിലുള്ള ഒരു ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച്. ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അത് ബോർഡറിലുള്ള ഒരു ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച് അത് ഈ ബാഗുകൾ, ക്ലോസ്ഡ് ബാഗുകൾ റിസീവ് ചെയ്യുകയും അത് ഡെസ്പാച്ച് ചെയ്യുകയും മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് പറയുന്നു. അതിനെയാണ് ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. ഈ ഫോറിൻ പോസ്റ്റ് ഓഫീസ്, സബ് ഫോറിൻ പോസ്റ്റ് ഓഫീസ്. ഫോറിൻ പോസ്റ്റ് ഓഫീസ് എന്താണ്, സബ് ഫോറിൻ പോസ്റ്റ് ഓഫീസ് എന്താണെന്ന് നമ്മൾ പിയോഗേറ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ടെന്ന് പറയാം. ഫോറിൻ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച് ആണ്. സബ് ഫോറിൻ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഈ ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച് അല്ല. അതായത് ഈ രണ്ടും കസ്റ്റംസിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നടക്കുന്നത്. പക്ഷേ ഫോറിൻ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഓഫീസ് ഓഫ് എക്സ്ചേഞ്ചും കൂടെയാണ്. ഈ ഫോറിൻ പോസ്റ്റ് ഓഫീസ് ഓഫീസ് ഓഫ് എക്സ്ചേഞ്ച് കൂടിയാണ്. സബ് ഫോറിൻ പോസ്റ്റ് ഓഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ആൾക്കാർക്ക് ഈ അയച്ചാക്കോ അല്ലെങ്കിൽ അഡ്രസ്സേക്കോ അവരുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് സബ് ഫോറിൻ പോസ്റ്റ് ഓഫീസിലുള്ളത്. പിന്നെ അടുത്തത് കൺട്രീസ് ഓഫ് ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ. അത് വളരെ സിമ്പിളാണ്. അതായത് നമുക്കറിയാം എന്താണ് കൺട്രി ഓഫ് ഒറിജിൻ, എന്താണ് കൺട്രി ഓഫ് ഡെസ്റ്റിനേഷൻ. അതൊന്ന് പിയോഗേറ്റ് പാർട്ട് 2 പഠിച്ച പരിചയത്തിൽ നമുക്ക് പറയാം. കൺട്രി ഓഫ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഏത് കൺട്രിയിലോട്ടാണോ ആ കത്ത് ചെല്ലേണ്ടത്. കൺട്രി ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് ഏത് കൺട്രിയിൽ നിന്നാണോ ആ കത്ത് അയച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഡിസ്റ്റൻറ്റ് കൺട്രീസ്. കൺട്രീസ് ആർ കൺസിഡർഡ് ആസ് ഡിസ്റ്റൻറ്റ്. അതായത് ഡിസ്റ്റൻറ്റ് കൺട്രികളുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് കുറേ ഡിസ്റ്റൻറ്റ് കൺട്രികളുടെ ലിസ്റ്റ് ഉണ്ട്. ഡിസ്റ്റൻറ്റ് കൺട്രികൾ എന്ന് പറയുന്നത് എന്താണ് ഡിസ്റ്റൻറ്റ് കൺട്രികൾ? When the time taken in conveyance between them by the most rapid means, land or air, exceeds 10 days, or when the average frequency of mail service between them is less than twice a month. അതായത് ഈ ഡിസ്റ്റൻറ്റ് കൺട്രി, ഇപ്പോൾ ഇന്ത്യയായിട്ട് സംബന്ധിച്ച് വേറൊരു കൺട്രി ഡിസ്റ്റൻ്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് താഴെ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ്. അതായത് അങ്ങോട്ടുള്ള ആ ഒരു കൺട്രിയിലേക്കുള്ള ഈ മെയിലിൻ്റെ കൺവെയൻസ് എന്ന് പറയുന്നത് 10 ദിവസത്തിൽ കൂടുതലെടുത്ത്. മാത്രമല്ല ഈ കൺവെയൻസ് എന്ന് പറയുന്നത് ഏറ്റവും മോസ്റ്റ് റാപ്പിഡ് റൂട്ടിലാണ്. ഇപ്പോൾ ഇന്ത്യ ഒരു കൺട്രി, വേറെ കൺട്രി, ആ കൺട്രി ഇന്ത്യയെ സംബന്ധിച്ച് ഡിസ്റ്റൻറ്റ് കൺട്രിയാണെന്ന് അറിയണമെങ്കിൽ ഈ ഇന്ത്യയിൽ നിന്ന് ആ കൺട്രിയിലേക്ക് ഏറ്റവും എളുപ്പമുള്ള, ഏറ്റവും മോസ്റ്റ് റാപ്പിഡ് മീൻസിൽ, അതായത് ലാൻഡ് വഴിയോ സീ വഴിയോ ഏറ്റവും റാപ്പിഡ് മീൻ വഴി അയക്കുമ്പോൾ 10 ദിവസത്തിൽ കൂടുതലെടുത്ത് സംഭവം ആറ്റുകളങ്ങ് എത്താൻ. അങ്ങനെയാണെങ്കിൽ അതിനെ ഡിസ്റ്റൻറ്റ് കൺട്രി എന്നാണ് പറയുക ഇന്ത്യയെ സംബന്ധിച്ച്. വേറെ കണ്ടീഷൻ അല്ലെങ്കിൽ ഓർ വെൻ ദ ആവറേജ് ഫ്രീക്വൻസി, അതായത് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ഒരു മാസത്തെ ഈ മെയിൽ അയപ്പിൻ്റെ ഫ്രീക്വൻസി പറയുന്നത് 2ൽ കുറവായിരിക്കണം. ലെസ് ദാൻ ട്വൈസ് എ മന്ത്. 2ൽ കുറവാണെങ്കിൽ അതിനെ ഡിസ്റ്റൻറ്റ് കൺട്രി എന്നാണ് പറയുന്നത്. ഒരു കൺട്രിയെ സംബന്ധിച്ച് മറ്റൊരു കൺട്രി ഡിസ്റ്റൻ്റ് ആണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഡിസ്റ്റൻറ്റ് കൺട്രീസ്. അടുത്ത ഡയറക്റ്റ് കറസ്പോണ്ടൻസ്. ഡയറക്റ്റ് കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വേറൊരു ഫോറിൻ കൺട്രിയിലേക്ക് ഒരു ബാഗ് കെട്ടുന്നു. ആ ബാഗ് എന്ന് പറയുന്നത് കറക്റ്റ് ഇന്ത്യയിൽ നിന്ന് ആ ഫോറിൻ കൺട്രിയിലോട്ടങ്ങ് പോയി. അത് അതിൻ്റെ ഇടയ്ക്ക് നിന്ന് വേറെ കൺട്രികൾ വന്ന് കളിച്ചില്ല, വേറെ ഒരു രാജ്യത്തും പോയി ഇറങ്ങിയില്ല. ഡയറക്റ്റ് ഇന്ത്യയിൽ നിന്ന് ക്ലോസ് ചെയ്യുന്നു, ആ ഫോറിൻ കൺട്രിയിലേക്ക് പോകുന്നു. അപ്പോൾ ആ ഒരു ബാഗിലുള്ള ലെറ്റർ എല്ലാം ഡയറക്റ്റ് കറസ്പോണ്ടൻസ് ആണ്. അതായത് ഡയറക്റ്റ് ഒരു കൺട്രിയിൽ മറ്റു കൺട്രിയിലായിട്ട്. അതാണ് സിംപ്ലി ഡയറക്റ്റ് കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത്. അടുത്തത് ക്ലോസ്ഡ് ട്രാൻസിറ്റ് മെയിൽ അല്ലെങ്കിൽ ട്രാൻസിറ്റ് ഇൻ ക്ലോസ്ഡ് മെയിൽ. അത് സിമ്പിളാണ്. ഈ നമ്മൾ പറഞ്ഞില്ല ഡയറക്റ്റ് കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ അയക്കാത്തതെല്ലാം ഈ ക്ലോസ്ഡ് ട്രാൻസിറ്റ് മെയിലാണ്. അതായത് ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തിലോട്ട് അയക്കുന്നു. ആ ബാഗ് കണ്ടിടത്തൊക്കെ നിരങ്ങി വേറെ കൺട്രികളിലൊക്കെ പോയി ഇറങ്ങി അങ്ങ് പിന്നെ അവസാനം ഡെസ്റ്റിനേഷൻ കൺട്രിയിൽ എത്തുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംഭവത്തിനാണ് ഈ ക്ലോസ്ഡ് ട്രാൻസിറ്റ് മെയിൽ അല്ലെങ്കിൽ ട്രാൻസിറ്റ് ഇൻ ക്ലോസ്ഡ് മെയിൽസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഡയറക്റ്റ് കറസ്പോണ്ടൻസ്. സിമ്പിൾ അല്ലേ. A decovert mail or mail in transit decovert. അതായത് postal articles enclosed in a bag for a country other than that to which the article or address are said to forward a decovert. These are also referred as mail sent in open transit. അതായത് ഒരു രാജ്യത്തിന് പോകേണ്ട ലെറ്റർ തെറ്റി വേറൊരു രാജ്യത്തിൻ്റെ ബാഗിലിട്ട്, അതാണ് ഡെക്കോവർട്ട് മെയിൽ അല്ലെങ്കിൽ മെയിൽ ഇൻ ട്രാൻസിറ്റ് ഡെക്കോവർട്ട്.
അപ്പോൾ നമ്മൾ ഇത് കൺഫ്യൂഷൻ ആവരുത്. നേരത്തെ പറഞ്ഞ കേസുമായിട്ട് ക്ലോസ്ഡ് ട്രാൻസിറ്റ് മെയിൽ, അതായത് ഡയറക്റ്റ് കറസ്പോണ്ടൻസ് അല്ലാത്തതെല്ലാം ക്ലോസ്ഡ് ട്രാൻസിറ്റ് മെയിലാണ്. അതായത് ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തിലോട്ട് അയച്ച ബാഗ് കറങ്ങി തിരിഞ്ഞ് വേറെ കൺട്രിയിലേക്ക് പോയി, ആ കേസാണ് നമ്മൾ പറഞ്ഞത് ക്ലോസ്ഡ് ട്രാൻസിറ്റ് മെയിലെന്ന്. ഇതും ഈ ഡിക്കവർ മെയിലും പറയുന്നത് ആ കാര്യം തന്നെയാണ്. ഒരു രാജ്യത്തിലോട്ട് പോകേണ്ട ആർട്ടിക്കിൾ വേറൊരു രാജ്യത്തിൻ്റെ ബാഗിലോട്ട് പോയി. പക്ഷേ ഈ ഡെക്കവേർട്ട് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇല്ലാറ്റിൽ മിസ്സെൻ്റ് ആർട്ടിക്കിൾ പറയുന്ന പോലെയാണ്, അതായത് തെറ്റി വീഴുന്നതാണ്. മറ്റേ ഈ ക്ലോസ്ഡ് ട്രാൻസിറ്റ് മെയിലിനകത്ത് പറയുന്നത് അത് ചിലപ്പം ഡയറക്റ്റ് പോകാനുള്ള ഫ്ലൈറ്റ് സൗകര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ പോകാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അത് പല പല കൺട്രീസ് വഴി കറങ്ങി പോകേണ്ടി വരുന്നത്. ഇത് പക്ഷേ അങ്ങനെയല്ല. ഡെക്കവേർട്ട് മെയിൽ എന്ന് പറയുന്നത് തെറ്റി വീഴുക, മിസ്സെൻ്റ് കണക്കെ ബാഗ് തെറ്റി, ഇപ്പം ഫ്രാൻസിന് പോകേണ്ടത് ഇംഗ്ലണ്ടിൽ വീഴുക, അങ്ങനെ തെറ്റി വീഴുക, അതാണ് മിസ്സെൻ്റ് എന്ന് ഓർത്താൽ മതി ഡെക്കവേർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക്. ഇതിൻ്റെ ഈ ഡിക്കവേർട്ട് മെയിൽ അല്ലെങ്കിൽ മെയിൽ ഇൻ ട്രാൻസിറ്റ് ഡിക്കവേർട്ട്, അങ്ങനെ 2 വാക്കുണ്ട്. ഇത് കൂടാതെ മെയിൽ സെൻഡ് ഇൻ ഓപ്പൺ ട്രാൻസിറ്റ്, അങ്ങനെ ഒരു വാക്കും ഇതിന് പറയുന്നുണ്ട്, മെയിൽ സെൻഡ് ഇൻ ഓപ്പൺ ട്രാൻസിറ്റ്. അടുത്തത് ഇൻ്റർമീഡിയറി സർവീസ്. ഇൻ്റർമീഡിയറി സർവീസ് എന്ന് പറയുന്നത് ഇതെല്ലാം ഒരേ കാര്യങ്ങളാണ് പറയുന്നത്. അതായത് നമ്മളിപ്പം ഒരു രാജ്യത്ത് കൺട്രി ഓഫ് ഒറിജിൻ ടു കൺട്രി ഓഫ് ഡെസ്റ്റിനേഷൻ അയച്ച്, പക്ഷേ ഡയറക്റ്റ് അയക്കാൻ പറ്റുന്നില്ല, പല പല കൺട്രീസിൽ കയറി ഇറങ്ങി പോവാണ്. അപ്പോൾ ആ ഒരു ഇടയ്ക്ക് വരുന്ന കൺട്രികളിലൂടെയൊക്കെ പോകുന്ന സർവീസുകളുണ്ട്, അതാണ് ഇൻ്റർമീഡിയറി സർവീസ്. അതായത് ആ സർവീസുകളെ എനി മീൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബൈ ലാൻഡ്, സീ ഓർ എയർ ബിലോങ് ടു, അതായത് ആ ഒരു കൺട്രി ഓഫ് ഒറിജിനും അല്ലെങ്കിൽ കൺട്രി ഓഫ് ഡെസ്റ്റിനേഷനും അല്ലാത്ത കൺട്രികളിലൂടെ ഇങ്ങനെ ലാൻഡ് വഴിയോ എയർ വഴിയോ സീ വഴിയോ ഒക്കെ ഇങ്ങനെ പോകുന്നതിനാണ് ഇൻ്റർമീഡിയറ്റ് സർവീസ് എന്ന് പറയുന്നത്. അത് ലാൻഡ് വഴിയാണ് പോകുന്നതെങ്കിൽ ടെറിട്ടോറിയൽ ട്രാൻസിറ്റ് എന്ന് പറയും, കടൽ വഴിയാണെങ്കിൽ മാരിടൈം അല്ലെങ്കിൽ സീ ട്രാൻസിറ്റ് എന്ന് പറയും, എയർ വഴിയാണെങ്കിൽ എയർ കൺവെയൻസ് എന്ന് പറയും. ഇതൊക്കെ സിമ്പിളാണ്, ഒരു ടേമായിട്ട് പറയുന്നതേ ഉള്ളൂ. അടുത്ത ട്രാൻസിറ്റ് ചാർജ്. ട്രാൻസിറ്റ് ചാർജ് എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് സർവീസ് പറഞ്ഞല്ല, കൺട്രി ഓഫ് ഒറിജിനും അല്ലെങ്കിൽ കൺട്രി ഓഫ് ഡെസ്റ്റിനേഷനും അല്ലാതെ ഈ കത്തുകൾ ഇങ്ങനെ കറങ്ങിപ്പോകുന്ന ഇൻ്റർമീഡിയറി ആയിട്ടുള്ള രാജ്യങ്ങൾ, ആ രാജ്യങ്ങളിൽ ചിലർക്ക് ഈ കത്ത് പോകുന്നതിന് ചാർജ് കൊടുക്കേണ്ടി വരും, ഫിക്സഡ് റേറ്റ് കൊടുക്കേണ്ടി വരും. അതുമായിട്ട് സംബന്ധിച്ച ടൈമാണ് ഈ ട്രാൻസിറ്റ് ചാർജ് എന്ന് പറയുന്നത്. ദിസ് റെമ്യൂണറേഷൻ ക്യാൻ ബി ക്ലെയിംഡ് ഓൺലി ഇൻ റിഗാർഡ് ടു കൺവെയൻസ് ഓഫ് കറസ്പോണ്ടൻസ് സെൻഡ് ഇൻ ക്ലോസ്ഡ് ഡിസ്പാച്ചസ് ഇൻ ദ കേസ് ഓഫ് സർഫസ് മെയിൽസ്. അതായത് ഈ ഒരു ചാർജ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോസ്ഡ് ആയിട്ട് സർഫസ് വഴി പോകുന്ന മെയിലിനാണ് ഈ ഒരു ചാർജ് വരുന്നത്. എയർ വഴി പോവുകയാണെങ്കിൽ പ്രത്യേകം എയർ സർചാർജ് വരുന്നുണ്ട്, എയർ കൺവെയൻസ് ചാർജ് വരുന്നുണ്ട്. പക്ഷേ ട്രാൻസിറ്റ് ചാർജ് എന്ന് പറയുന്നത് ഈ ഒരു ക്ലോസ്ഡ് ആയിട്ട് സർഫസ് വഴി പോകുന്ന മെയിലിനാണ് ചില കൺട്രീസ് ഇങ്ങനെ ആഡ് ചെയ്യുന്നത്. അടുത്തൊരു ടൈം ലെറ്റർ ബില്ല്. എന്താണ് ലെറ്റർ ബില്ല്? ലെറ്റർ ബിൽ ഈസ് ആൻ അഡ്വൈസ് വിച്ച് ഈസ് എൻക്ലോസ്ഡ് ഇൻ എവരി മെയിൽ ഫർണിഷിംഗ് ദ ഡീറ്റെയിൽസ് ടു ദ ഓഫീസ് ഓഫ് ഡെസ്റ്റിനേഷൻ. അത് ലെറ്റർ ബിൽ എന്ന് പറയുന്നത് ഒരു ഇൻറ്റിമേഷൻ സ്ലിപ്പ് പോലെ, അത് എല്ലാ മെയിലിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കും. ഇതെന്ന് പറയുന്നത് ആർട്ടിക്കിളിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് പറഞ്ഞിരിക്കും. അതെന്ന് പറയുന്നത് ഈ ഡെസ്റ്റിനേഷൻ കൺട്രികളിലുള്ള ഓഫീസിലെ ആൾക്കാർക്ക് ഇതെന്തോ ഉള്ള ഇൻഫർമേഷനാണ് ഇത് ക്യാരി ചെയ്യുന്നത്. അവർക്കിത് കാണാൻ മനസ്സിലാവും എന്തൊക്കെ അതിനകത്തുണ്ട് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ മനസ്സിലാവും. അപ്പോൾ അതാണ് ലെറ്റർ ബിൽ എന്ന് പറയുന്നത്. എല്ലാ മെയിലിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കും, എൻക്ലോസ്ഡ് ഇൻ എവരി മെയിൽ. അപ്പോൾ അത്രയുള്ള ലെറ്റർ ബിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തത് വെരിഫിക്കേഷൻ നോട്ട്. വെരിഫിക്കേഷൻ നോട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ആർട്ടിക്കിൾ ഒരു ഓഫീസിൽ റിസീവായി, ആ ഓഫീസ് റിസീവായിട്ട് ആ ഓഫീസ് ആ മെയിലിനകത്ത് എന്തെങ്കിലും ഇറഗുലാരിറ്റികൾ കണ്ടെത്തുന്നു, എന്തെങ്കിലും അബ്നോർമാലിറ്റി കണ്ടെത്തിയിട്ട് അത് മെൻഷൻ ചെയ്തിട്ട് അത് ഏത് ഓഫീസിൽ നിന്നാണോ വന്നത് ആ ഓഫീസിലോട്ട് അയക്കും. അതാണ് വെരിഫിക്കേഷൻ നോട്ട് എന്ന് പറയുന്നത്. വെരിഫിക്കേഷൻ നോട്ടിൻ്റെ കേസിൽ പറയാനുള്ളത്, വെരിഫിക്കേഷൻ നോട്ട് ഇന്ത്യയിൽ പ്രിപ്പയർ ചെയ്യുന്ന ട്രിപ്പിൾ കോപ്പിയായിട്ടാണ്. ഇന്ത്യയിൽ ട്രിപ്പിൾ കോപ്പിയാണ്, 2 എണ്ണം എബ്രോഡോട്ട് അയക്കും, 1 എണ്ണം നമ്മൾ ഫയൽ ചെയ്ത് വെക്കും. വെരിഫിക്കേഷൻ നോട്ടിന് റെക്കോർഡ് ബുക്കുണ്ട്, റെക്കോർഡ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യും. ഇങ്ങോട്ട് വരുന്ന വെരിഫിക്കേഷൻ നോട്ടിൻ്റെ കാര്യവും ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന വെരിഫിക്കേഷൻ നോട്ടിൻ്റെ കാര്യമെല്ലാം നമ്മളെല്ലാം ഒരു റെക്കോർഡിക്കലായിട്ട് സൂക്ഷിച്ച് വെക്കും. ആ റെക്കോർഡ് ബുക്ക് നമ്മൾ പീരിയോഡിക്കലി ചെക്കും ചെയ്യും. പിന്നെ ഓരോ വരുന്ന വെരിഫിക്കേഷൻ നോട്ടിനും സീരിയൽ നമ്പർ ഉണ്ടാവും. ഇതാണ് വെരിഫിക്കേഷൻ നോട്ട് എന്ന് പറയുന്നത്. നോർമാലിറ്റി മെൻഷൻ ചെയ്തുകൊണ്ട് അയച്ച കൺട്രിയിലേക്ക് പോകുന്ന നോട്ടാണ് വെരിഫിക്കേഷൻ നോട്ട് എന്ന് പറയുന്നത്. അതും ഒരു ടൈമാണ് പഠിക്കേണ്ടത്. അടുത്തത് ഔൺസ് അവോയ്ഡ് ഡുപ്പോയ്സ്, അതായത് മെട്രിക് ഡെസിമൽ സിസ്റ്റം ഓഫ് വെയിറ്റ്. അതായത് ഇതൊരു വെയിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് സംവിധാനമാണ്. അതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ കിലോഗ്രാം, ഗ്രാം, അതുപോലെ ഇത് ഔൺസ്, പൗണ്ട്സ്, അങ്ങനെ ആ രീതിയിലായിരിക്കും ഇത് അങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നൊരു വെയിറ്റിങ്ങിന് ഉപയോഗിക്കുന്ന യൂണിറ്റാണ്. അതങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. അടുത്തത് സോർട്ടിംഗ് ലിസ്റ്റ് അല്ലെങ്കിൽ സർക്കുലേഷൻ ലിസ്റ്റ്.
എന്താണ് സോർട്ടിംഗ് ലിസ്റ്റ് അല്ലെങ്കിൽ സർക്കുലേഷൻ ലിസ്റ്റ്? ഇറ്റ് ഷോസ് ദ നെയിംസ് ഓഫ് പോസ്റ്റ് ഓഫീസസ് ആൻഡ് ഓഫീസസ് ഓഫ് എക്സ്ചേഞ്ച് ഇൻ എ ഫോറിൻ കൺട്രി ഫോർ വിച്ച് ഡയറക്റ്റ് ബാഗ്സ് ആർ ക്ലോസ്ഡ് ഓർ ഫ്രം വിച്ച് ഡയറക്റ്റ് ബാഗ്സ് ആർ റിസീവ്ഡ് ബൈ എൻ ഓഫീസ്. അതായത് ഇറ്റ് ഷോസ് ദ റൂട്ട്, അതായത് ഇപ്പോൾ ഒരു രാജ്യത്തോട്ട് പോകണമെങ്കിൽ എങ്ങനെ പോകണം, ഇവിടെ പോയിട്ട് പിന്നെ ആ രാജ്യത്ത് പോയിട്ട് അവിടുന്ന് ഈ ഒരു ഓഫീസ് എക്സ്ചേഞ്ച് വഴി അങ്ങനെ ഒരു റൂട്ട് മാപ്പ് പോലത്തുള്ള അതാണ് ഈ സോർട്ടിംഗ് ലിസ്റ്റ് അല്ലെങ്കിൽ സർക്കുലേഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. അമെൻമെൻറ്റ്സ് ടു ദ ലിസ്റ്റ് ഷുഡ് ബി മെയ്ഡ് ഓൺലി ഓൺ ദ ബേസിസ് ഓർഡേഴ്സ് ഇഷ്യൂഡ് ബൈ ദ ഡയറക്ടർ ജനറൽ. അതായത് ഇപ്പോൾ ഇത് സോർട്ടിംഗ് ലിസ്റ്റ് മാപ്പ് ഇന്ന രാജ്യത്തോട്ട് ഇങ്ങനെയൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞൊരു ലിസ്റ്റാണ്. ഇതിനകത്ത് എന്തെങ്കിലും അമെൻമെൻറ്റ് വരുത്തണമെങ്കിൽ അത് ആർക്കാണ് പറ്റുമെന്ന് ചോദിച്ചാൽ ഡയറക്ടർ ജനറൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇങ്ങനെ പോകുന്ന വഴി ഇല്ല, അത് വഴി പോട്ടെ എന്ന് പറയുന്നത്. അതായത് അങ്ങനെ ഒരു അമെൻമെൻറ്റ് വരുത്തണമെങ്കിൽ അത് DG മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സോർട്ടിംഗ് ലിസ്റ്റ് അല്ലെങ്കിൽ സർക്കുലേഷൻ ലിസ്റ്റ്. അടുത്ത സാക്ക് കളക്ടർ അല്ലെങ്കിൽ കളക്റ്റീവ് ബാഗ്. എന്താണ് കളക്റ്റീവ് ബാഗ് അല്ലെങ്കിൽ സാക്ക് കളക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ RMSൽ ട്രാൻസിറ്റ് ബാഗ് പറഞ്ഞ പോലെ ഈ ഒരുപാട് ബാഗുകൾ കൂട്ടിക്കെട്ടി ഒരുമിച്ച് വിടുന്നത്. അപ്പോൾ എളുപ്പമാണ്, നമുക്ക് അത്രയ്ക്കും ട്രാഫിക്ക് കുറയും, മെയിലിൻ്റെ ട്രാഫിക്ക് കുറയും. അപ്പോൾ അതാണ് അതിൻ്റെ ഫോറിൻ ടേമാണ് ഇത് പറയുന്നത്, സാക്ക് കളക്ടർ. ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് ലൈറ്റ് വെയ്റ്റ് ബാഗ്സ് എൻവലപ്സ് ഓർ പാക്കറ്റ്സ് ടു ബി കൺവേർഡ് ബൈ എയറോ അല്ലെങ്കിൽ വേറെ സെക്ടറോ വഴി. അപ്പോൾ ഇങ്ങനെ എൻക്ലോസ്ഡിനെ സാക്ക് കളക്ടർ കളക്റ്റീവ് ബാഗിലിട്ടിട്ട് വിടും. ദ ലേബൽസ് ഓഫ് സച്ച് ബാഗ്സ് ഷുഡ് ബിയർ ബോൾഡ് ലെറ്റേഴ്സ് ഇൻഡിക്കേഷൻ സാക്ക് കളക്ടർ. അതായത് അങ്ങനെയുള്ള ബാഗുകളുടെ ലേബലിൽ ബോൾഡ് ലെറ്റേഴ്സിൽ ഈ സാക്ക് കളക്ടർ ഉണ്ടാവണം. ആൻഡ് ദ അഡ്രസ് ഓഫ് ദ ഓഫീസ് ഓഫ് ഡെസ്റ്റിനേഷൻ ഓഫ് ദ ബാഗ് ഷുഡ് ബി മാർക്ക്ഡ് ഓൺ ദ ലേബിൾസ്. ആ ലേബലിൽ സാക്ക് കളക്ടർ ഉണ്ടാവണം, കൂടാതെ ഓഫീസ് ഓഫ് ഡെസ്റ്റിനേഷൻ്റെ അഡ്രസ്സും ഉണ്ടാവണം എന്ന് പറയും. ഇപ്പോൾ ഇത്രയാകുമ്പോഴത്തെ സാക്ക് കളക്ടർ തീർന്നു. അടുത്തത് റീഡയറക്ഷൻ എൻവലപ്സ് ആൻഡ് കളക്റ്റീവ് എൻവലപ്സ്. ഇതെന്ന് പറയുന്നത് ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തിലോട്ട് അൺരജിസ്റ്റേർഡ് കറസ്പോണ്ടൻസ് പോകുമ്പോഴത്തേക്കും അത് റീഡയറക്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുമല്ലോ. അങ്ങനെ ഒരാൾക്ക് സെയിം ആൾക്ക് ഒരുപാട് ആർട്ടിക്കിൾ വരുമെന്ന് വെച്ചാൽ അതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒരു എൻവലപ്പിലിട്ട് അയക്കും. അതാണ് റീഡയറക്ഷൻ എൻവലപ്സ് എന്ന് പറയുന്നത്. അടുത്ത റെസ്ട്രിക്റ്റഡ് യൂണിയൻസ്. എന്താണ് റെസ്ട്രിക്റ്റഡ് യൂണിയൻസ് എന്ന് പറയുന്നത്? റെസ്ട്രിക്റ്റഡ് യൂണിയൻസ് എന്ന് പറയുന്നത് യു പിയിൽ കുറച്ച് ജനറൽ റൂൾസ് ഉണ്ട്. അത് അനുസരിച്ച് കുറേ അതിനകത്തെ മെമ്പർ കൺട്രീസ് എല്ലാം റൂൾസ് അനുസരിച്ച് പോസ്റ്റൽ ട്രാൻസാക്ഷൻസ് തമ്മിൽ നടത്തുന്നു. പക്ഷേ എൻ്റെ കൺവെൻഷന് UPൻ്റെ കൺവെൻഷനകത്ത് ഇതിൻ്റെ മെമ്പർ കൺട്രീസിന് അവർ തമ്മിൽ രണ്ടോ അതിലധികമോ മെമ്പേഴ്സിന് കൂടിച്ചേർന്ന് ഇങ്ങനെയുള്ള റെസ്ട്രിക്റ്റഡ് യൂണിയൻസ് ഉണ്ടാക്കാനുള്ള അനുവാദമുണ്ട്. അതുകൊണ്ട് എന്താ, ഇപ്പോൾ ചില കൺട്രീസിന് തമ്മിൽ ചേർന്ന് അവർക്ക് തമ്മിൽ കുറഞ്ഞ റേറ്റിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതേ ഇല്ലാണ്ട് റേറ്റിലോ ഒക്കെ തമ്മിൽ പോസ്റ്റൽ ട്രാൻസാക്ഷൻ നടത്താനൊക്കും. അങ്ങനെയുള്ള റെസ്ട്രിക്റ്റഡ് യൂണിയൻസ് ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് UP പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് റെസ്ട്രിക്റ്റഡ് യൂണിയൻസ് എന്ന് പറയുന്നത്. ഇത് ഈ ഒരു പ്രൊവിഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ത്യയും ഭൂട്ടാന്, നേപ്പാൾ, പാകിസ്ഥാനൊക്കെ ഈ ഇല്ലാണ്ട് റേറ്റിൽ അങ്ങോട്ടും കൊണ്ട് പോകുന്നത്. അപ്പം ദ കൺവെൻഷൻ പെർമിറ്റ്സ് 2 or more member countries to form restricted unions and conclude special agreements among themselves with the object of providing better facilities to the public. അതായത് എന്തുകൊണ്ടാണ് ഈ റെസ്ട്രിക്റ്റഡ് യൂണിയൻസ് ഉണ്ടാക്കാൻ അനുവാദം കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ലതല്ലേ. പ്രൊഡ്യൂസ്ഡ് ചാർജസിൽ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചുവിടായ, അല്ലെങ്കിൽ ഇല്ലാണ്ട് റേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചുവിടായ. അതാണ് റെസ്ട്രിക്റ്റഡ് യൂണിയൻസിൻ്റെ കേസിൽ പറയുന്നത്. അടുത്ത ട്രയൽ നോട്ട്. ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡൈസ്ഡ് C27 എന്നാണ് എൻ്റെ ഫോം നമ്പർ. അതായത് ഇത് ഡിസൈൻ ടു ഡിറ്റർമൈൻ ദ മോസ്റ്റ് ഫേവറബിൾ റൂട്ട് ഫോർ ഇൻ്റർനാഷണൽ മെയിലിൽ പോകാനുള്ള ഏറ്റവും നല്ല റൂട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രയൽ നോട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ദിസ് നോട്ട് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ മെയിൽ ആൻഡ് അറ്റാച്ച്ഡ് ടു ദ ലെറ്റർ ബിൽ. അതായത് ഇത് മെയിലിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കും. ട്രയൽ നോട്ട് ആൻഡ് അറ്റാച്ച് ടു ദ ലെറ്റർ ബില്ല് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കും. അടുത്ത സെൻഡേഴ്സ് റൈറ്റ് ആണ്. സെൻഡേഴ്സ് റൈറ്റ്സ്, അതായത് an article belongs to the sender so long as it is not delivered to the right claimant except when it is confiscated in accordance with the legislation of the country of destination or when the country is concerned declared otherwise it is. അതായത് ഒരു സെൻഡറിനുള്ള റൈറ്റാണ് പറയുന്നത്. ആ ആർട്ടിക്കിൾ ഡെലിവേർഡ് ആവുന്നവരെ ആർട്ടിക്കിളിൻ്റെ മേലുള്ള ഒരു സെൻഡറിൻ്റെ റൈറ്റ്സ് ഉണ്ട്. അയാൾക്ക് പറയാം ഇങ്ങോട്ട് പോട്ടെ, ഇങ്ങോട്ട് പോട്ടെ, അങ്ങോട്ട് പോകണ്ട എന്നൊക്കെ പറയാനുള്ള റൈറ്റ്സ് സെൻഡറിനുണ്ട്. എക്സെപ്റ്റ് ഏത് കേസിലാണ് ഇല്ലാത്തതാവുന്നത്, അതായത് ആ ഒരു ആർട്ടിക്കിൾ പിടിച്ചു വെക്കപ്പെടുന്നു, എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ട് ഏതെങ്കിലും കൺട്രിയിൽ പോയതിനെ പിടിച്ചു വെക്കപ്പെട്ടാൽ ഈ റൈറ്റ്സ് ഉണ്ടാകത്തില്ല. അല്ലാത്ത പക്ഷം എല്ലാം സെൻഡറിന് ഈ റൈറ്റ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതിനെ സെൻഡേഴ്സ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്ര ആകുമ്പോഴത്തേക്കും നമ്മൾ ഫോറിൻ പോസ്റ്റ് മാനുവൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്.